യേശു എന്നോടു കൂടെ വാഴുന്നല്ലോ, ഞാനെന്തിനു ഭയപ്പെടേണം. എന്റെ യേശു എന്നോടു കൂടെ വാഴുന്നല്ലോ, ഞാനെന്തിനു ഭയപ്പെടേണം. യേശുക്രിസ്തുവിന് അനുകൂലമായി ജീവിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശുനാഥൻ ശിഷ്യന്മാരോട് പറയും, നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ ഭാഗത്താണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റേതാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് തൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഒന്നാമതായി, യേശുവിൻ്റെ നാമത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ ശിഷ്യന്മാരുടെ ഭാഗം അല്ലെങ്കിൽ പോലും അവൻ്റെ ദൗത്യവുമായി പൊരുത്തപ്പെടുന്നവരാണ്. ഈ ഭാഗം യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഉൾക്കൊള്ളുന്ന സ്വഭാവവും വിശ്വാസത്തിൻ്റെ വൈവിധ്യമാർന്ന പ്രകടനങ്ങൾക്കിടയിൽ ഐക്യത്തിൻ്റെ പ്രാധാന്യവും എടുത്ത് കാണിക്കുന്നതാണ്. ഒന്നാമതായി, വിഭാഗീയത. ഈ ഭാഗം വിഭാഗീയതയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നു. അവിടെ സത്യവും നീതിയും ഉള്ളത് തങ്ങൾക്ക് മാത്രമാണെന്ന് വിശ്വാസികൾ തെറ്റായി വിശ്വസിച്ചേക്കാം. വിഭാഗീയത എന്നത് ഒരു നിരീശ്വര സ്വഭാവമാണ്. ദൈവിക സ്വഭാവം എപ്പോഴും ദൈവത്തോടും മറ്റുള്ളവരോടും സ്നേഹത്തിൽ ഐക്യപ്പെടുന്നതാണ്. രണ്ടാമതായി, ഐക്യം. വിശ്വാസത്തിൻ്റെ വ്യത്യസ്തത പ്രകടനങ്ങൾക്കിടയിലുള്ള ഐക്യത്തെയും ഭിന്നിപ്പിക്കുന്ന മനോഭാവത്തിനെതിരായ ചെറുത്തുനിൽപ്പിനെയും യേശുവിൻ്റെ സന്ദേശം പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വിഭാഗീയതയെ അതിജീവിക്കുവാനുള്ള ഏറ്റവും വലിയ ആയുധം ഐക്യം തന്നെയാണ്. മൂന്നാമതായി, ക്രിസ്തുബന്ധത്തിൻ്റെ ഒരു പൊതു തത്വം. തൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും വളരെ സാമ്യമുള്ളതായി യേശു കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും നന്മ നിങ്ങൾ ചെയ്താൽ, ഒരു പാത്രം വെള്ളം കുടിക്കാൻ നിങ്ങൾ കൊടുത്താൽ അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. അതാണ് ആത്മീയതയുടെ പൊതു തത്വം. നാലാമതായി, പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നമ്മെ മനുഷ്യരാശിയിലെ എല്ലാവരുമായും സമ്പർക്കം പുലർത്തുവാൻ സഹായിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രാർത്ഥനയെന്നത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നാമമാണെങ്കിൽ, ഇവിടെ പ്രാർത്ഥനയെന്നത് മനുഷ്യരും തമ്മിലുള്ള ദൈവനാമത്തിലെ ബന്ധമായി കർത്താവ് പറയുകയാണ്. തൻ്റെ നാമത്തിൽ നന്മകൾ ചെയ്യുമ്പോൾ അവർക്ക് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നത്. അഞ്ചാമതായി, നല്ല പ്രവർത്തികൾ അഥവാ നന്മ പ്രവർത്തികൾ. പ്രവർത്തിക്കുന്നവർ സ്ഥാപിതമായ ആന്തരിക വൃത്തത്തിൽ ഉൾപ്പെടുന്നില്ല എന്ന കാരണത്താൽ തൻ്റെ നാമത്തിൽ ചെയ്യുന്ന സൽപ്രവർത്തികൾ തടസ്സപ്പെടരുതെന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഒരു നന്മ ചെയ്യുവാൻ ഉദ്യമിച്ച് ചെയ്യുന്നതല്ല, ഒരു നന്മ നിന്നെ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന യേശു നാമത്തിൻ്റെയും ദൈവ അനുഭവത്തിൻ്റെയും സത്യമാണ് സുവിശേഷത്തിൽ കർത്താവ് നമ്മോട് പറയുന്നത്. ഏറ്റവും ഒടുവിലായി, വിശ്വാസമാണ്. തൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ അധികാരം തിരിച്ചറിയുന്നുവെന്ന് യേശു പഠിപ്പിക്കുന്നു. വിശ്വാസം എന്നത് ദൈവം ഈ ഭൂമിയിൽ ഒരുവന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചറിവും ശക്തിയുമാണ്. കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ബോധ്യവുമാണല്ലോ വിശ്വാസം. അങ്ങനെയെങ്കിൽ യേശുനാമത്തിൽ നീ ഈ ഭൂമിയിൽ ചെയ്യുന്നതിനൊക്കെ നീ നൽകുന്ന ഈ വിലയുടെ ആഴമാണ് വിശ്വാസത്തിന്, ക്രിസ്തുബന്ധത്തിന്, ദൈവപദ്ധതിക്ക് നീ നൽകുന്ന ആഴം. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ ആഴ്ന്നു നിന്നുകൊണ്ട് നമുക്ക് ദൈവ പദ്ധതിക്ക് മുന്നിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എന്റെ യേശു എന്നോടു കൂടെ വാഴുന്നല്ലോ, ഞാനെന്തിനു ഭയപ്പെടേണം. എന്റെ യേശു എന്നോടു കൂടെ വാഴുന്നല്ലോ,
പരസ്യകോലമാക്കിയവൻ. ക്രൂശിന്മേൽ ജയിച്ചവൻ, സാത്താനെ പരസ്യകോലമാക്കിയവൻ. എന്റെ യേശു എന്നോടു കൂടെ വാഴുന്നല്ലോ, ഞാനെന്തിനു ഭയപ്പെടേണം? പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ആത്മാവിനാൽ മുദ്രയിട്ടെന്നെ ദൈവം നിത്യതയ്ക്കായൊരുക്കിയല്ലോ. ആത്മാവിനാൽ മുദ്രയിട്ടെന്നെ ദൈവം നിത്യതയ്ക്കായൊരുക്കിയല്ലോ. എന്റെ യേശു എന്നോടു കൂടെ വാഴുന്നല്ലോ, ഞാനെന്തിനു ഭയപ്പെടേണം? എന്റെ യേശു എന്നോടു കൂടെ വാഴുന്നല്ലോ, ഞാനെന്തിനു ഭയപ്പെടേണം? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, എല്ലാം സ്തോത്രത്തോടെ അർപ്പിച്ചിടാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, എല്ലാം സ്തോത്രത്തോടെ അർപ്പിച്ചിടാം. സമാധാനത്തിൻ പ്രഭു തന്നെ എന്നെ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ചിടും. സമാധാനത്തിൻ പ്രഭു തന്നെ എന്നെ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ചിടും. വിളിച്ച ദൈവം വിശ്വസ്തനാണേ, എന്നെ അനന്യനായി കാത്തിടുമല്ലോ. വിളിച്ച ദൈവം വിശ്വസ്തനാണേ, എന്നെ അനന്യനായി കാത്തിടുമല്ലോ. ക്രിസ്തുവിൻ നാളിൽ കുറ്റമില്ലാതെ നിർത്തിടും യേശുവിൻ വരവിൽ. ക്രിസ്തുവിൻ നാളിൽ കുറ്റമില്ലാതെ നിർത്തിടും യേശുവിൻ വരവിൽ. എന്റെ യേശു എന്നോടു